This is the future. നമസ്കാരം മക്കളെ, കുറച്ച് ദിവസമായല്ലേ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിടിലൻ ട്രാവൽ വ്ളോഗാണ്. ഉച്ചയായപ്പോൾ എണീച്ചു, കാരണം ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ രാവിലെയായി. അതിൽ എളുപ്പാങ്ങാലോ അത് കഴിഞ്ഞ് ഉറങ്ങി ഉച്ചയായപ്പോൾ എണീറ്റു. ഒന്നും നോക്കണ്ട, ട്രാവൽ ചെയ്യുക. കിലോമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ 27 കിലോമീറ്റേഴ്സാണ്. ചെറുക്കന്താ ഫുൾ സെറ്റായിരിക്കുകയാണ്. അതിൻ്റെ ഓയിലൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തേ ഉള്ളൂ. 20W40 ആസ്ട്രിയയുടെ 250 രൂപ വില വരുന്നു. നിങ്ങളുടെ അവിടെ എത്രയാണെന്ന് എനിക്കറിയില്ല. ഞാൻ മേടിക്കുന്ന ഇടയിൽ 250 രൂപയാണ്. അത് വെറും 250 രൂപ. ഇതിലാമോ ഓട്ടുകളൊക്കെ ഒരു 410 ആ റേഞ്ചൊക്കെ വരും. ഇപ്പം ഫുൾ സെറ്റായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മളെ ട്രിപ്പിലേക്ക് പോകട്ടോ. മക്കളെ, അതൊക്കെയാണ് പരിപാടി. സോ ഈ ഒരു റൂട്ട് വഴിയാണ് നമ്മൾ പോണത് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ഒരു ലൊക്കാലിറ്റിയാണ്. ഒരു രക്ഷയില്ലല്ലേ. മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ, മനസ്സിനുള്ളിൽ മാരിക്കാവടി ചിന്തും ചിന്തുണ്ടേ, എളിയഞ്ചും നിറയുന്ന മിഴികളുണ്ടേ, ചിരിക്കുമ്പോൾ ചിലമ്പുന്ന ചിലങ്കയുണ്ടേ, കാളിന്തി പോലെ കൈ നിറയെ വളയണിഞ്ഞാൽ കാതിൽ കൊലുസണി, വരമഞ്ഞൾ തേച്ചു കുളിക്കും പുലർകാല സന്ധ്യേ, നിന്റെ തിരുതാലി ചാർക്കും മഞ്ഞാട മാറ്റിയൊടുക്കും മഞ്ഞൾ തിടമ്പേ, നിന്റെ പുലരിമഞ്ഞിൻ സൂര്യകാന്തികൾ കൈമാറ്റു തന്ന പുടവ ചുറ്റിയുടെ പൊതിയുമ്പോ, മണിവിളക്കിൻ കണ്ട നാളമായി കൺമുന്നിൽ ഇന്ന് കുട നിവർന്ന് വന്നു നിൽക്കുമ്പോ, മറുപടി നീ ചൊല്ലാൻ നിന്നെ മണിമൂക്കിലെ പെയ്യാൻ നിന്നെ നിന്റെ പെണ്ണിനെ കണ്ടാ കൊള്ളൂലേ. തേരെ ബിനാ ഗുസാരാ ദിൽ ഹൈ മുശ്കിൽ തോ ഖുദാ മേരാ तो ही दुआ में शामिल, तेरे बिना गुजारा दिल है मुश्किल मुश्किल, मुझे आजमाती है तेरी कमी, मेरी हर कमी को है तू लाज़मी, जमीन पे न सही तो आसमां में आमिल, तेरे बिना गुजारा दिल है मुश्किल. വളവില് ലവന്മാരെന്താ ഉദ്ദേശം? ഇല്ല, ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. അത് നല്ല ഉദ്ദേശമാണോ അല്ലേ എന്ന് നോക്കണത്. ഇതൊക്കെ പക്കാ നാട്ടിൻ പ്രദേശമാണ്. ഈ റോഡ് കണ്ടിട്ട് നിങ്ങൾ സിറ്റിയാണെന്ന് വിചാരിക്കരുത്. ഇവിടുത്തെ ട്രിവാൻഡ്രം സിറ്റി കണ്ടു കഴിഞ്ഞാൽ നാട്ടിൻ പ്രദേശവും, നാട്ടിൻ പ്രദേശത്ത് റോഡ് കണ്ടു കഴിഞ്ഞാൽ സിറ്റി റോഡ് പോലെ ഇരിക്കും. അത് യാദൃശ്ചികം, സ്വാഭാവികമാണ്. ബട്ട് ഒരു രക്ഷയില്ലാത്ത റോഡാണ്. പക്ഷേ ഇത് പക്കാ നാട്ടിൻ പ്രദേശം. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ടയർ പഞ്ചറാണോ? തെയ്യന്നം തെയ്യന്നം പാടുന്ന പാടത്ത് നീയൊന്നു പാടകേ, കൊയ്യുന്ന കൊയ്ത്രതിവാഴുന്ന പാട്ടുപാട്.
കാണും മാമല വെട്ടി മാരിയൻ വിത്തെറിഞ്ഞേ അക്കാര്യം നിന്റെയോ മനപ്പാട്ടിൻ്റെ ഈണമാണെൻ കിളിയേ. 6 കിലോമീറ്റേഴ്സ് മാത്രം. വാവ്. ഒരു ദിവസം ഇവിടെ വന്ന് എല്ലാ സ്ഥലങ്ങളും വിസിറ്റ് ചെയ്യാൻ പറ്റുന്നത് നടക്കാത്ത ദിവസം. സ്ഥലത്ത് എത്തുക എന്ന് പറയുമ്പോൾ അതിന് എത്ര മണിക്കൂർ, 1-2 ചിലതൊക്കെ കൂനിച്ച് മലയൊക്കെ 2-2.5 മണിക്കൂർ 3 മണിക്കൂർ നമ്മൾ നടന്നു. എൻ്റെ പൊന്നോ, മാമാവൻ പറഞ്ഞ വെറും 1 മണിക്കൂറുണ്ടെന്നാണ്. ഒരിക്കലും ഇല്ല, 3 മണിക്കൂർ അടുപ്പിച്ച് നമ്മൾ നടന്നു, ഇരുന്ന് വെയിറ്റ് ചെയ്ത്. അത്ര ഹെവിയാണ്. സോ അങ്ങനെ പല സ്പോട്ടുകളും. ചേച്ചി, ഇവിടെ ഒരു വാട്ടർഫാൾസ് ഉണ്ടോ? മാടശ്ശേരി അല്ലേ? അതെവിടെയാത്? ശരി ചേച്ചി, താങ്ക്സ്. ഒരു രക്ഷയില്ലാതെ പുക കേട്ടോ, വേറെ ലെവലായിരുന്നു പുക. ഇത് എന്തൊരു ഇറക്കൂടെ ഇതൊക്കെ ഭയങ്കര ഡാർക്ക് സീനാണ് കേട്ടോ. തിരിച്ചിറങ്ങണമെന്നാണ് ഭയങ്കര ടാസ്ക്. നമ്മളെത്തിപ്പെട്ടായിരുന്നു മക്കളെ. ഇത് തന്നെ സ്ഥലം, മടശ്ശേരി വാട്ടർഫാൾസ്. തന്നെ കൊണ്ട് കുത്തിക്കയറ്റം. ഈ ഒരു വേനൽക്കാലത്ത് ഇവിടെ ഇത്രയും വെള്ളമുണ്ട്. ഇവിടെ കുളിക്കാൻ നിക്കറെടുത്തില്ല, തേനൊട്ടി. അതാണ് മറന്നത് ഒരു സാധനം കേട്ടോ. ഞാൻ ഇങ്ങനെ വന്നപ്പോഴേ ആലോചിച്ചു, എന്തോ ഒരു സാധനം എടുക്കാൻ മറന്നല്ലോ. എല്ലാം ഇങ്ങനെ ആലോചിച്ചപ്പോഴും എല്ലാം ഉണ്ടാകുള്ള ഒരു ഫീൽ. ഇപ്പോഴാണ് കിട്ടിയത്. നിക്കറെടുത്തില്ല. കുളിക്കണത്, കുളിക്കലെൻ്റെ മെയിൻ സംഭവമാണ്. കുളിക്കാനുള്ളൊരു പരിപാടിയില്ല മക്കളെ. നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഈ അത്ഭുത ലോകം? ഇല്ലേ, ലോങ് ട്രിപ്പ് പോകാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണവരൊക്കെ ഇതൊന്ന് കാണും. നിങ്ങളുടെ അടുത്ത് എനിക്കൊരു കുഴപ്പമില്ല, സന്തോഷമുള്ളൂ. ലോങ് ട്രിപ്പ് പോകാൻ പറയണില്ല, ലോങ് ട്രിപ്പ് പോവും. പക്ഷെ ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ കാണാതെ എന്തിനാണ് ലോങ് ട്രിപ്പ് പോകുന്നത്? അമ്പൂരി വളരെ ബെസ്റ്റായിട്ടുള്ള സ്ഥലമാണ്. ശരിക്കും നമ്മളന്ന് പോയില്ലേ, കാരിക്കുഴി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് തൊട്ടടുത്ത്. അവിടെയാണ് പുലി ഇറങ്ങിയത്. പുലിയെ പിടിച്ച് ആൾക്കാർ കൊണ്ടുപോയപ്പോൾ ചികിത്സയിലിരിക്കുകയാണ്. പുലി മരിച്ചു, പെൺപുലിയായിരുന്നു. അപ്പോൾ ഈ അമ്പൂരി എന്ന് പറയുന്നത് ഇവിടെ പുലിയൊക്കെ ഇറങ്ങും. ഇത് ഈ കേരള തമിഴ്നാട് ബോർഡറാണ്, കൊടും കാടാണ് ഇവിടെയൊക്കെ. ഇതത്ര എൻ്റെ അമ്മയുടെ നാട് ശരിക്കും പറഞ്ഞാൽ ഈ കാട്ടാക്കടയാണ്, മണ്ടയത്തിൻകടയിലാണ് എൻ്റെ നാട്. പക്ഷെ ഞാൻ ഇവിടെ ഒന്നും വന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഇവിടെ നമ്മളങ്ങനെ അധികം വരാറില്ല. അമ്മയുടെ ചെറുപ്പകാലത്തൊക്കെ ഇവിടെ എത്താറില്ല, വല്ലതൊക്കെ എക്സ്പ്ലോർ മീൻസ് അന്നത്തെ കാലത്ത് ഇവിടെയൊക്കെ വന്നിട്ടുണ്ടോ. പക്ഷെ ഞാനിവിടെ ഒട്ടും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ശരിക്കും എൻ്റെ അമ്മയുടെ നാടും കൂടെയാണ്. ഈ അമ്പൂരി അല്ല, കാട്ടാക്കട കഴിഞ്ഞാണ് നമ്മൾ അമ്പൂരിയിലോട്ട് വന്നത്. ഞാൻ അപ്പം അമ്മയോട് ചോദിച്ചു, അമ്മയെ ഇങ്ങനെ വാർത്ത കണ്ടപ്പോൾ ചോദിച്ചു. അമ്മ പറഞ്ഞു ഇവിടെ പുലി ഉണ്ടെന്ന് പറഞ്ഞു. ശരിക്കും മൂങ്ങോട് വരെ പുലി ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ അങ്ങോട്ടുള്ള റൂട്ടിൽ. മൂങ്ങോട് അതൊന്നും അതൊക്കെ ഇവിടെ നിന്ന് ഒരുപാട് അങ്ങോട്ടാണ്. എന്നിട്ട് പോലും പുലി അവിടെ ഇറങ്ങിയിട്ടുണ്ട് പണ്ട്. ഇപ്പോൾ പുലിയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് ഒറ്റയ്ക്കാരും പോകലെന്ന് പറയുന്നത്. ഞാൻ ചത്തുപോയാൽ ആകെയുള്ള തെളിവ് ഇത് മാത്രമേ. പോലീസുകാർ വന്ന് കണ്ടെത്തി ഇത് വ്ളോഗായിട്ടെടുക്കും പിറ്റേസ് അങ്ങനെ സംഭവിച്ചത്. കാരണം നമ്മളന്ന് പോയ ആനക്കുളത്തിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ്. ഇപ്പൊ ഇത് ആനക്കുളമെങ്കിൽ ഇവിടെ നിൽക്കൊരു മേളോട്ട് പോയി കഴിഞ്ഞാൽ കരിക്കുഴി, അത്ര ദൂരമേ ഉള്ളൂ. അവിടെയാണ് പുലിയെ പിടിച്ചിരിക്കുന്നത്. ആലോചിച്ചപ്പോഴേ നടുന്നു സത്യം പറഞ്ഞു. എന്തായാലും ധൈര്യം സംഭരിച്ച് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യുക. അല്ലെങ്കിൽ ശരിയാവില്ല, അല്ലെങ്കിൽ തിരിച്ചു പോകണമെന്ന് വന്നു. പേടിച്ചിരുന്നിട്ട് കാര്യമില്ല, എനിക്ക് വരാൻ പാടില്ല. അത് നന്ദി. നമുക്ക് ജീവിച്ചേ പറ്റും. പുലിയാണെങ്കിലും എന്തിനാണെങ്കിലും, പുലിയുണ്ടെങ്കിലും ആനയാണെങ്കിലും ജീവിച്ചല്ലേ. എൻ്റെ പൊന്നോ, സത്യം പറഞ്ഞാൽ നല്ല പേടിയുണ്ട്. ഓട്ടിച്ചാൽ പോലും ഓടാൻ സ്ഥലമില്ലെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എവിടെ ഓടും? ഓടാൻ പോലും സ്ഥലമില്ല. എന്നല്ല, കണ്ടില്ല, ഇറക്കാൻ നോക്കാം. ഇറങ്ങി കണ്ടം വഴിയൊന്നും ഓടാൻ പറ്റില്ല. ഇവിടെ നേരെ ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പുലിയെ ഓടിച്ചാൽ ചുറ്റാൻ മണ്ടനാണോ ഒന്ന്. ഓടണതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ അത് അയ്യോ മക്കളെ. മാല പോലെ ഞാൻ താഴ്വാരം
രാത്താരൻ ഉന്മാദം തൂകിനേരം താരാകെ ചേക്കേറാൻ നീയാണ് താനേ പച്ചക്കടലിലും നെയ്യാർ റിസർവയറിന്റെ ഒരു ഭാഗമാണ് ഈ വെള്ളച്ചാട്ടം. കൊടുങ്കാടും എന്ന് തന്നെ പറയാം. കൊടുങ്കാടിന്റെ ഒരു സൈഡ് പുറത്തെന്ന് പറഞ്ഞൊരു സ്ഥലമാണ് നടക്കുന്ന വെള്ളച്ചാട്ടം. മറ്റൊരു സ്വന്തമാണ് കൂടെ പോവുക. നിങ്ങളാണ് എൻ്റെ ബലം. പണമൊന്നുമല്ല മക്കളെ. ഒരുപാട് പേരെ ഇൻസ്പയർ ചെയ്യുക, ഒരുപാട് പേരെ അറിയപ്പെടുക എന്നുള്ളതാണ് എനിക്ക് ഇഷ്ടം. അറിയപ്പെടുക പണം പുതിയിറങ്ങിയ സ്ഥലങ്ങളാണ്. ഇതേപോലത്തെ പാറമടകൾ ഭയങ്കരമായിട്ട് നമ്മൾ സൂക്ഷിക്കണം. എൻ്റെ അമ്മീ ഒന്ന് കഥയുടെ കിട്ടും നോക്കിയേ നിങ്ങളൊന്ന് പതുക്കെ സ്ഥലം വിട്ടാലോ എന്നാണ് ആലോചന. കണ്ടില്ലേ, ഇവിടെ ഒന്നും ഒരു മനുഷ്യനില്ല. ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. സത്യത്തിൽ നല്ല പേടിയാണ്. ഞാൻ നിക്കറെടുത്തില്ലേ, നീ കുളിക്കുകയായിരുന്നു. വരപ്രസാദത്തെ വരുന്നൊരെൻ്റെ ഇട നെഞ്ചിൽ തുടിക്കുന്നു നോവിൽ പക്ഷിയുടെ തിരനുകയും ചുരുമുടിയിൽ സാഗര സൗന്ദര്യം അപ്പോൾ മക്കളെ ഇറങ്ങിയായിരുന്നു കേട്ടോ. അയ്യോ, ഞാൻ ഐസിന് വല്ലതും കഴിക്കണം. ചെക്കൻ തരിപ്പുണ്ട്. എൻ്റെ മക്കളെ ഇവിടെ ചായക്കടയിൽ വന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മക്കളെ ചായയും കടിയൊക്കെ കഴിച്ചിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്കുള്ള എൻ്റെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ട്രാവൽ വീഡിയോസും ഹിഡൻ സ്പോട്ടുകളും കാണാനും അറിയാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ഹിഡൻ സ്പോട്ടുകൾ തപ്പി നടക്കുന്ന ആൾക്കാർക്ക് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ നമ്മളെല്ലാവരും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. ദിസ് ഈസ് അപ്പു സൈനിങ് ഔട്ട്.